കെട്ടിടത്തിന് മുകളിൽ ആൽമരം കിളിച്ചാൽ അതും ഒരു തണലെന്ന് കരുതുന്ന സർക്കാർ ആശുപത്രി. അതാണ് കൊല്ലം ജില്ലാ ആശുപത്രിയുടെ അവസ്ഥ. ആവശ്യത്തിന് ഡോക്ടർമാരില്ല, ഉള്ളവരെ കൊണ്ട് ഉപകാരമില്ലെന്ന് രോഗികൾ പറയുന്നു. സർക്കാർ ആശുപത്രികളിലെയും ആശുപത്രി സംവിധാനങ്ങളിലെയും അനാസ്ഥയുടെ മറ്റൊരു ഉദാഹരണമാണ് കൊല്ലത്തെ ഈ സർക്കാർ ആശുപത്രി. ടോപ്പ് ന്യൂസ് സ്പെഷ്യൽ. സൺഷെയ്ഡ് പാളി ഇളകി വീഴാൻ സാധ്യതയുള്ളതിനാൽ വാതിൽ തുറക്കരുത്. ഇത് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്കും ജീവനക്കാർക്കുമുള്ള മുന്നറിയിപ്പാണ്. ഇതൊക്കെ ഇവിടെ മാത്രമേ കാണാൻ കഴിയൂ. അതുകൊണ്ടാണല്ലോ ആരോഗ്യരംഗത്തെ കേരള മോഡൽ എന്ന പ്രയോഗം ഉണ്ടായതെന്ന് ചിലപ്പോൾ ചിന്തിച്ചു പോകും. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചാൽ സർക്കാരിന്റെ കണ്ണിൽ വികസനത്തെ പരിഹസിക്കുന്നവരെന്നോ അല്ലെങ്കിൽ കേരളത്തിന്റെ നേട്ടങ്ങളെ വില കുറച്ചു കാണുന്നവരെന്നോ ഉള്ള കുറ്റപ്പെടുത്തലുകൾ ഉണ്ടായേക്കാം. പക്ഷേ ഇതൊക്കെ കണ്ടാൽ എങ്ങനെ പറയാതെ ഇരിക്കും? കാരണം ഇവിടെ ചികിത്സയ്ക്കെത്തുന്നവർക്ക് അമേരിക്ക വരെയൊന്നും പോയി ചികിത്സ നടത്താനുള്ള ആവതില്ല. പൊട്ടിയും പൊളിഞ്ഞും അപകടകരമായ അവസ്ഥയിലാണ് കൊല്ലം ജില്ലാ ആശുപത്രിയിലെ കെട്ടിടങ്ങൾ. കെട്ടിടത്തിന്റെ മുകളിലാകട്ടെ ആൽമരങ്ങൾ മുളച്ചു തുടങ്ങി. ദിവസേന ആയിരക്കണക്കിന് വരുന്ന പൊതുജനമെത്തുന്ന ജില്ലാ ആശുപത്രിയുടെ ദയനീയ അവസ്ഥയാണിത്. പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണം ആരംഭിച്ചെങ്കിലും പൂർത്തിയാകാൻ വർഷങ്ങളെടുക്കുമെന്ന് പണിയുടെ വേഗത കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അതുകൊണ്ട് നിലവിൽ വാർഡുകൾ ഉൾപ്പെടെ പ്രവർത്തിക്കുന്നത് പഴയ കെട്ടിടത്തിലാണ്. ഭീതിയോടെയാണ് രോഗികളും കൂട്ടിരിപ്പുകാരും ഇവിടേക്ക് എത്തുന്നത്. പല ഭാഗങ്ങളിൽ നിന്നായി കോൺക്രീറ്റ് പാളികൾ ഇളകി വീണിട്ടുണ്ട്. രോഗമെന്ന അവസ്ഥയേക്കാൾ വളരെ വലുതാണ് വരുത്തിവെക്കുന്ന ദുരന്തങ്ങളെന്ന തിരിച്ചറിവില്ലാതെ പോകുന്നതാണ് ഈ കാഴ്ചകൾ പറയുന്ന യാഥാർത്ഥ്യങ്ങൾ. സർക്കാർ സംവിധാനങ്ങളൊന്നും മാറാൻ പോകുന്നില്ല. ഇവിടെ ഇങ്ങനെയൊക്കെ മതി. ഈ കാഴ്ചപ്പാടുകൾ മാറിയാൽ മാത്രമേ ആരോഗ്യ മേഖലയ്ക്ക് നഷ്ടപ്പെട്ട ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയൂ. പ്രദീപ് വാളത്തുങ്ങലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം. കൊല്ലം ജില്ലാ ആശുപത്രിയിലെ ചികിത്സാ സംവിധാനങ്ങളെക്കുറിച്ചും നിരവധി പരാതികളാണുള്ളത്. ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസും ആശുപത്രിയിൽ കൃത്യമായി എത്താത്തതും രോഗികളെ വലയ്ക്കുന്നു. പൊതുപ്രവർത്തകരുടെയും ആശുപത്രിയിൽ എത്തുന്നവരുടെയും പ്രതികരണങ്ങളിലേക്ക്. ഇപ്പം ഇവിടെ പല ഡോക്ടർമാരും വരുന്നില്ല ഈ ആശുപത്രിക്കകത്ത്. അവർ സ്വകാര്യ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അധികം കളിച്ചാൽ ഈ ആശുപത്രിയിൽ നിങ്ങളുടെ സമയത്ത് നിങ്ങൾ രോഗികളെ വന്ന് പരിശോധിക്കാതെ നിങ്ങൾ സ്വകാര്യ പ്രാക്ടീസ് മാത്രമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഒരു രോഗിയും വരാത്ത രീതിയിൽ ഞങ്ങൾ സമരമുറ ആ ഡോക്ടറുടെ വീട്ടുപടിക്കിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. വീണ ജോർജ് എല്ലാ അപകടങ്ങളും ഉണ്ടാകുന്ന സമയത്ത് പറയും, ഞാനൊരമ്മയാണ്, ഞാനൊരു സ്ത്രീയാണ്, എനിക്ക് സങ്കടമുണ്ട്, ഇതൊരൊറ്റപ്പെട്ട സംഭവമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും യാതൊരു നടപടിയും സ്ത്രീ എന്നുള്ള രീതിയിലോ അമ്മ എന്നുള്ള രീതിയിലോ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. അപ്പോൾ ആരോഗ്യ വകുപ്പ് മന്ത്രി രാജിവെച്ചൊഴിയണം, അവരെ പുറത്താക്കേണ്ടതാണ്. സുധീഷ് കുമാർ ചേരുകയാണ്. സുധീഷ്, നല്ലൊരു കെട്ടിടമില്ല, ആവശ്യത്തിന് ഡോക്ടർമാരില്ല, ശരിക്കും പൊറുതിമുട്ടിയിരിക്കുകയല്ലേ രോഗികൾ? ജില്ലാ ആശുപത്രിയിലേക്ക് എത്തുന്ന രോഗികളുടെ എണ്ണത്തിൽ വൻ വർധനവാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ രോഗികളുടെ എണ്ണത്തിലെ വർധനവിനനുസരിച്ച് കൃത്യമായ ഒരു ആശുപത്രി സംവിധാനം ഒരുക്കുന്നതിന് അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം പഴയ കെട്ടിടത്തിലാണ് ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലെ സംവിധാനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. രോഗികൾ ഇവിടെയാണ് കൂടുതലായും എത്തുന്നത്. ഇവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നതും ഈ പഴയ കെട്ടിടത്തിലാണ്. തൊട്ടടുത്ത് തന്നെ പുതിയ കെട്ടിടം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് 2 വർഷം പിന്നിടുമ്പോഴും ഇപ്പോൾ പൂർത്തിയാകാത്ത അവസ്ഥയിലാണ്. നിർമ്മാണം വളരെ മന്ദഗതിയിലാണ് ഇവിടെ നടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ രോഗികൾക്ക് പഴയ കെട്ടിടത്തിൽ തകർന്നു വീഴാറായ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് വേണം കഴിയാൻ. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ഭീതി ഇവിടേക്ക് എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒക്കെയുണ്ട്. ഈ ഒരു ഭീതി നിറഞ്ഞ അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ ജനങ്ങൾ ഇവിടേക്ക് എത്തുന്നത്. ഇതിനെതിരെ പൊതുപ്രവർത്തകരും ഒക്കെ തന്നെ നിരന്തരം പ്രക്ഷോഭ സമരങ്ങളും മറ്റുമൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ആശുപത്രി സൂപ്രണ്ടോ അല്ലെങ്കിൽ ആശുപത്രിയിലെ മറ്റു ഭരണ സംവിധാനങ്ങളോ ഇതിൽ കൃത്യമായ ഒരു നടപടി സ്വീകരിക്കാത്തത് ഒരു വീഴ്ചയായിട്ട് വേണം കരുതാൻ. ഒപ്പം തന്നെയാണ് ഇവിടെ ഉള്ള ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുള്ള ചില വീഴ്ചകൾ. അവർ കൃത്യമായി ഇവിടെ ചികിത്സയ്ക്കായി അല്ലെങ്കിൽ രോഗികളെ നോക്കുന്നതിനായി എത്തുന്നില്ല എന്നൊരു പരാതി ഡോക്ടർമാരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു വീഴ്ച ഉണ്ടാകുന്നതായി രോഗികൾ അവരുടെ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. കൃത്യമായി ഡോക്ടർമാർ എത്താത്തത് മൂലം അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകളാണ് രോഗികൾക്ക് നേരിടേണ്ടി വരുന്നത്. ഈ ഡോക്ടർമാർ സ്വകാര്യ പ്രാക്ടീസുകൾ നടത്തിയാണ് ഈ ജില്ലാ ആശുപത്രി അല്ലെങ്കിൽ ആശുപത്രി സംവിധാനങ്ങളിലേക്ക് എത്താതിരിക്കുന്നതിനുള്ളൊരു പ്രധാന കാരണമായി രോഗികൾ ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരത്തിലാണ് രോഗികൾ ഈ ഒരു പ്രശ്നത്തെ കാണുന്നതും. അതുകൊണ്ട് തന്നെ സ്വകാര്യ പ്രാക്ടീസ് അവസാനിപ്പിച്ചുകൊണ്ട് കൃത്യമായി ആശുപത്രിയിലെ സേവനം ഉറപ്പുവരുത്താൻ ഇവിടെ ഉള്ള ഡോക്ടർമാർ ശ്രദ്ധിക്കണം എന്നൊരു ആവശ്യം കൂടി പൊതുപ്രവർത്തകരും മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ നമുക്ക് കാണേണ്ട മറ്റൊരു കാര്യമാണ് ഇവിടെ ഉള്ള ഡയാലിസിസ് സംവിധാനം. ആ ഡയാലിസിസ് സംവിധാനത്തിനുള്ള ഒരു കാലതാമസം, അതിൽ വരുന്ന വീഴ്ചകളൊക്കെ തന്നെ രോഗികളെ വലയ്ക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു കെട്ടിടങ്ങളുടെ കാലപ്പഴക്കം നോക്കിയാണെങ്കിലും അല്ലെങ്കിൽ ഡോക്ടർമാരുടെ സേവനങ്ങളിൽ വരുത്തുന്ന വീഴ്ചയുടെ കാര്യം നോക്കിയാണെങ്കിലും
പോലും വലിയ രീതിയിലുള്ള ഒരു അനാസ്ഥയാണ് ജില്ലാ ആശുപത്രിയിൽ കാണാൻ കഴിയുന്നത്. കൊല്ലം ജില്ലാ ആശുപത്രിയുടെ അവസ്ഥ ഞങ്ങൾ അധികൃതർക്ക് മുന്നിൽ വയ്ക്കുകയാണ്. ഉടനടി വേണ്ട തീരുമാനം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നിർത്തുകയാണ്. സുധീഷാണ് ഒപ്പം ചേർന്നത്.